Okay, good evening all of you. Welcome to Code Classes. അപ്പോൾ ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെയധികം കോൺസെപ്റ്റ്സ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ കൃത്യമായിട്ട് കോൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഓക്കെ, ഗുഡ് ഈവനിങ് സൂര്യനാരായണൻ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. തെർമോഡൈനാമിക്സ് ഇപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ബെൻ ബിജു, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, among the following the set of parameters that represents path function represent ചെയ്യുന്ന ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് പാത്ത് ഫംഗ്ഷൻ ആയിട്ടുള്ളത്? അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ക്യൂ പ്ലസ് ഡബ്ല്യു, ക്യൂ, ഡബ്ല്യു ആൻഡ് എച്ച് മൈനസ് ടി എസ്. രണ്ട് ടൈപ്പ് ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് സ്റ്റേറ്റ് ഫങ്ഷൻ ആൻഡ് രണ്ടാമത്തേത് പാത്ത് ഫങ്ഷൻ. എന്താണ് സ്റ്റേറ്റ് ഫങ്ഷൻ, എന്താണ് പാത്ത് ഫങ്ഷൻ? സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷനാണ്. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷനാണ് സ്റ്റേറ്റ് ഫങ്ഷൻ. പാത്ത് ആണെങ്കിലോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ the path followed. It depends on the path followed. ഇനി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണെങ്കിൽ സ്റ്റേറ്റ് ഫങ്ഷൻസ് എല്ലാം സിംബോളൈസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കും ആൻഡ് പാത്ത് ഫങ്ഷൻസ് സിംബോളൈസ് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും. സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ ക്യൂ പ്ലസ് ഡബ്ല്യു, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ യു, ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണോ അതോ പാത്ത് ഫംഗ്ഷൻ ആണോ? ക്യാപിറ്റൽ ലെറ്റർ ആണ് സിംബോളൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇതല്ല നമ്മുടെ ഓപ്ഷൻ. ദെൻ ഓപ്ഷൻ ബി ഹീറ്റ് എനർജി, സിംബോളൈസ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ക്യൂ, പാത്ത് ഫംഗ്ഷൻ ആണ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. ആൻഡ് തേർഡ് വൺ വർക്ക് ഇസ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഫോളോ, അതും ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. ദെൻ എച്ച് മൈനസ് ടി എസ്, എച്ച് മൈനസ് ടി എസ് ഇസ് ഗിബ്സ് ഫ്രീ എനർജി. ഗിബ്സ് ഫ്രീ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ബിയും വരാം സിയും വരാം. അപ്പോൾ ഓപ്ഷൻസ് ബി ആൻഡ് സി വരുന്നത് ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. ഓക്കെ, ബി ആൻഡ് സി, ക്യൂ ആൻഡ് ഡബ്ല്യു ആർ ദ പാത്ത് ഫംഗ്ഷൻസ്. ഓക്കെ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് പോവാം. വെൻ 400 milliliter ഓഫ് 0.2 molar H2SO4 solution is mixed with 600 milliliter of 0.1 molar NaF solution, the increase in temperature of the final solution is it is dash into 10⁻⁻² Kelvin. ഓക്കെ, അപ്പോൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് 10⁻⁻² ഡാഷ് ഇൻറ്റു അല്ലെങ്കിൽ എക്സ് ഇൻറ്റു 10⁻⁻² Kelvin. ആൻഡ് ഗിവൺ ഡേറ്റാസ് എച്ച് പ്ലസ് പ്ലസ് OH മൈനസ് ഗീവ്സ് H2O and enthalpy change minus 57.1 kilojoule per mole. And specific heat of water തന്നിട്ടുണ്ട് 4.18 and density of water തന്നിട്ടുണ്ട് 1 gram per centimeter cube. അവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. H2SO4 അതായത് സൾഫ്യൂരിക് ആസിഡും ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡും മിക്സ് ചെയ്തു. സോഡിയം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡും മിക്സ് ചെയ്തു. അപ്പോൾ അവിടെ എന്തൊക്കെ ഫോം ചെയ്യും? സോഡിയം ഹൈഡ്രോക്സൈഡ് ആൽക്കലിയാണ്, സൾഫ്യൂരിക് ആസിഡ് ആസിഡാണ്. ആസിഡ് പ്ലസ് ആൽക്കലി ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇപ്പോൾ ഇവിടെ വരുന്നത് Na2SO4 സോഡിയം സൾഫേറ്റും ആൻഡ് വാട്ടറും ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ 2 NaOH ദെൻ 2 H2O ഫോം ചെയ്യും. അപ്പോൾ ഈ റിയാക്ഷനിലെ ടെമ്പറേച്ചർ ചേഞ്ച് അതായത് ഡെൽറ്റ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ ടി തന്നിരിക്കുന്ന ഗിവൺ ടൈമുകൾ സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ട് എസ് 4.18, ദെൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 1 gram per centimeter cube.
അപ്പോൾ ഇവിടുന്ന് എങ്ങനെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷനിലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ ഇൻ ടൈംസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ്, നമുക്കറിയാം സ്പെസിഫിക് ഹീറ്റും ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? സ്പെസിഫിക് ഹീറ്റും ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ Q is equal to ms delta T. Q is equal to ms delta T. Q ഈ റിയാക്ഷനിലെ ഹീറ്റ് ചേഞ്ച്, ഈ റിയാക്ഷനിലെ ഹീറ്റ് ചേഞ്ച് ആണ് Q. സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ട്, ഈ റിയാക്ഷനിലെ ഹീറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് വാല്യൂ, അതാണ് ഇവിടുത്തെ Q. ഓക്കെ, ഈ റിയാക്ഷനിലെ ഡെൽറ്റ എച്ച് വാല്യൂ കണ്ടുപിടിക്കണം, അതാണ് ഇവിടുത്തെ Q. ദെൻ സെക്കൻഡ് വൺ, സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ട് ആൻഡ് മാസ് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ ms. ഇവിടെ സ്പെസിഫിക് ഹീറ്റ് എസ് തന്നിട്ടുണ്ട്, Q കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ മാസും കണ്ടുപിടിക്കണം. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ ചെയ്യേണ്ട പാത്ത് മനസ്സിലായോ? ക്വസ്റ്റ്യൻ ചെയ്യേണ്ട പാത്തും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ ചെയ്യേണ്ട പാത്ത് മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? ക്വസ്റ്റ്യൻ്റെ ഐഡിയ കിട്ടിയോ? ലൈവിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ടൈമുകളായിട്ട് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് Q ആൻഡ് മാസ്, ഹീറ്റ് ചേഞ്ചും ആൻഡ് മാസ്. അപ്പോൾ ഇവിടെ മാസ് കണ്ടുപിടിക്കാനായിട്ട് ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട് 1 gram per centimeter cube അല്ലേ? യെസ്. ദെൻ നമുക്കറിയാം മാസ് ഇസ് ഈക്വൽ ടു, മാസും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ വോളിയം അറിയാമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ മാസ് കിട്ടും. വോളിയം ഓഫ് സൊല്യൂഷൻ എത്ര വരും? H2SO4 എത്രയാണ് ഇവിടെ മിക്സ് ചെയ്തിരിക്കുന്നത്? 400 milliliter. NaOH എത്രയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്? 600 milliliter. അപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ എത്ര വരും? ദാറ്റ് വിൽ ബി 400 plus 600 is equal to 1000 milliliter. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിവിടെ മാസ് കണ്ടുപിടിക്കാം. മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി 1 gram ഇൻറ്റു ദെൻ 1000 milliliter. 1000 milliliter is equal to 1000 centimeter cube തന്നെയാണ്. 1 milliliter is equal to 1 centimeter cube. അപ്പോൾ നമുക്കിവിടെ കിട്ടും മാസ് ഇസ് ഈക്വൽ ടു 1000 gram. ഓക്കെ ആണോ? മനസ്സിലായി? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇവിടെ നിന്ന് മാസ് ഞാൻ കണ്ടുപിടിച്ചു. മാസ് ഇസ് ഈക്വൽ ടു 1000 gram എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് ഹീറ്റ് ചേഞ്ചും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് ഡെൽറ്റ ടി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറായി. സ്പെസിഫിക് ഹീറ്റ് ഓൾറെഡി തന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ ഹീറ്റ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഹീറ്റ് ചേഞ്ച് കണ്ടുപിടിക്കാം. ഇക്വേഷൻ H2SO4 ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലേ? സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം സൾഫേറ്റ് Na2SO4ഉം ആൻഡ് വാട്ടർ മോളിക്യൂളും ഫോം ചെയ്യും. വാട്ടർ മോളിക്യൂൾ 2H2O and NaOH, 2NaOH. ഓക്കെ, ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ നോക്കാൻ. ഇക്വേഷൻ 2Na ഓക്കെ, ബാലൻസ്ഡ് ആണ്. 2H2O ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ മോൾസ് റേഷ്യോ H2SO4 1, NaOH 2, Na2SO4 1 ആൻഡ് വാട്ടർ മോളിക്യൂൾ 2. മോൾസ് റേഷ്യോ എഴുതി. ഇനി ആക്ച്വൽ മോൾസ് റേഷ്യോ ഇൻറ്റു എക്സ്. അപ്പോൾ 1 into x, x, here 2x, x, 2x. ഓക്കെ, ദെൻ നമുക്കിവിടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് H പ്ലസ് പ്ലസ് OH മൈനസ് ഗീവ്സ് H2O. ഒരു H പ്ലസും ഒരു H2Oയും കമ്പൈൻ ചെയ്ത് ഒരു വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ -57.1 kJ per mol എനർജി റിലീസ് ചെയ്യും. അല്ലെങ്കിൽ 57.1 kJ per എനർജി റിലീസ് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര മോൾ വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്തു, എത്ര മോൾ വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്തു, നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ മോളിക്യൂൾ കണ്ടുപിടിക്കുക. അത് 1 മോൾ ആണെങ്കിൽ ഹീറ്റ് ചേഞ്ച് 57.1, 2 മോൾ ആണെങ്കിൽ 2 × 57.1. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതിയത്. അപ്പോൾ ഓരോന്നിൻ്റെ നമ്പർ ഓഫ് മോൾസ്, അതായത് ഗിവൺ മോൾസ് എടുത്തെഴുതാം. ഫസ്റ്റ് വൺ H2SO4. H2SO4ൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി H2SO4ൻ്റെ തന്നിരിക്കുന്നു. വോളിയം 400 ml ആൻഡ് മൊളാരിറ്റി 0.2. മൊളാരിറ്റിയും വോളിയം തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഫോർമുല, മൊളാരിറ്റി ഫോർമുല ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ത് വരും? വോളിയം ഇൻറ്റു മൊളാരിറ്റി. വോളിയത്തിൻ്റെ മൊളാരിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഈ നമ്പർ ഓഫ് മോൾസ് 400 ml ഇൻറ്റു 0.2 H2SO4ൻ്റെ. അപ്പോൾ 0.2 ഇൻറ്റു 400 ml, ലിറ്ററിലാക്കുമ്പോൾ ബൈ 1000. 0.08 വരും, 0.08. ആൻഡ് NaOH 600 ml, 0.1 മോളാർ. അപ്പോൾ 600 ml ആൻഡ് 0.1, molarity 0.1 into 600 by 1000. Then cancel ചെയ്താൽ 0.6, 0.06 വരും. ഓക്കെ, അപ്പോൾ ഗിവൺ മോൾസ് എഴുതി. ഇനി ചെയ്യാനുള്ളത് സം ബേസിക് കോൺസെപ്റ്റിലെ ലോജിക്കാണ് ഇനി വരുന്നത്. ഇവിടെ നോക്കുക, H2SO4 and NaOH 1:2 റേഷ്യോയിൽ റിയാക്ട് ചെയ്താലാണ് 2 മോൾ വാട്ടർ മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് H2SO4 എത്രയാണോ റിയാക്ട് ചെയ്യുന്നത് അതിൻ്റെ ഡബിൾ വേണം NaOH. ക്ലിയർ? ഇനി NaOHനെ വെച്ച് പറയാം, NaOH എത്രയാണോ റിയാക്ട് ചെയ്യുന്നത് അതിൻ്റെ ഹാഫ് വേണം H2SO4. അപ്പോൾ ഈ റിയാക്ഷനിൽ ഒന്ന് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആണ്, അതായത് ഒന്ന് പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ അത് ലോജിക് വൈസ് ആയിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് വൺ, H2SO4 ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആണെങ്കിൽ 0.08 മോൾസ് മൊത്തമായിട്ട് റിയാക്ട് ചെയ്ത് പോയാൽ NaOH എത്ര വേണം? റേഷ്യോ നോക്കുക. H2SO4 1 ആണെങ്കിൽ അതിൻ്റെ ഡബിൾ NaOH വേണം. അപ്പോൾ 0.08 ഫുള്ളായിട്ട് റിയാക്ട് ചെയ്ത് പോയാൽ NaOH എത്ര വേണം? അതിൻ്റെ ഡബിൾ 0.16 വേണം. 16 ഉണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? H2SO4 അല്ല ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. ഇനി നേരെ റിവേഴ്സ്, NaOH ആണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റെങ്കിൽ, അതായത് 0.06 മൊത്തമായിട്ട് റിയാക്ട് ചെയ്ത് പോയാൽ എത്ര വേണം? H2SO4 എത്രയാണോ NaOH വരേണ്ടത് അതിൻ്റെ ഹാഫ്. അപ്പോൾ ഇവിടെ എത്ര വേണം? 0.03. അതുണ്ടോ? അതുണ്ട്. കാരണം 0.08 ഉണ്ട്, നമുക്ക് വേണ്ടത് റിയാക്ട് ചെയ്യേണ്ടത് 0.03 ആണ്. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് കിട്ടി, ദാറ്റ് ഈസ് NaOH. ക്ലിയർ ആണോ? ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് കണ്ടുപിടിച്ചത് ക്ലിയർ ആണോ? റേഷ്യോ നോക്കിയിട്ടാണ് ഞാനിവിടെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് കണ്ടുപിടിച്ചത്. ഓക്കെ ആണോ? അപ്പോൾ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. റിയാക്ഷനിൽ ഫസ്റ്റ് തീർന്നു പോകുന്നതാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. അപ്പോൾ ഇവിടെ ഗിവൺ മോൾ 0.06 ആയിരുന്നു, അതിൽ 0.06ഉം റിയാക്ട് ചെയ്ത് പോയി. ഇപ്പോൾ ബാക്കി എന്ത് വരും? 0. ഇനി എത്രയാണ് H2SO4 റിയാക്ട് ചെയ്യുക? ഇനീഷ്യലി 0.08 ഉണ്ടായിരുന്നു. NaOH എത്രയാണോ റിയാക്ട് ചെയ്യുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ റിയാക്ട് ചെയ്യുക. അപ്പോൾ 0.06 ആണ് NaOH റിയാക്ട് ചെയ്ത് അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്ര വരും? 0.03. അപ്പോൾ ഫൈനൽ റിമൈനിങ് എമൗണ്ട് 0.05 വരും. ഓക്കെ, ഇനി Na2SO4 എത്ര വരും? റേഷ്യോ നോക്കുക. Na2SO4 റേഷ്യോ, H2SO4 എത്ര റിയാക്ട് ചെയ്യുന്നോ ആ സെയിം എമൗണ്ട് തന്നെയാണ് Na2SO4 വരിക. അപ്പോൾ 0.03. കാരണം H2SO4 റിയാക്ട് ചെയ്യുന്നത് 0.03 ആണ്. ഇനി H2SO4 എത്ര റിയാക്ട് ചെയ്യുന്നു അതിൻ്റെ ഡബിളാണ് വാട്ടർ ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര വരും? 0.06. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O കിട്ടി, ദാറ്റ് വിൽ ബി 0.06. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അടുത്ത ടൈമിലേക്ക് കിടക്കാം. നമ്പർ ഓഫ് മോൾസ് കിട്ടി 0.06.
0.06. Number of moles of water കിട്ടി. Number of moles of water. Number of moles of water is 0.06. Okay. 1 mole water form ചെയ്താൽ minus 57.1 kilojoule. അങ്ങനെയാണെങ്കിൽ 0.06 മോൾ വാട്ടർ ഫോം ചെയ്താൽ എത്ര എനർജി? മൈനസ് 57.1 ഇൻറ്റു 0.06. ക്ലിയർ? അപ്പോൾ 57.1 ഇൻറ്റു 0.06 എത്ര വരും നോക്കാം. 3426. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ 3.426 കിലോ ജൂൾ. അപ്പോൾ ക്യൂ കിട്ടി, എം കിട്ടി, എസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. 3.426. വെൻ ബിജു ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാം. 3.426 ക്യൂ കിട്ടി, ആൻഡ് മാസ് 1000 കിട്ടി, ആൻഡ് എസിൻ്റെ വാല്യൂ 4.18. Any substitution, delta T is equal to Q by ms. 3.426 kilojoule ആണ്, ജൂളിലാക്കുമ്പോൾ 3426 joule by mass 1000 and 4.18 is specific heat. Then ഇവിടെ തന്നിട്ടുണ്ട് in terms of 10⁻²ലാണ്. അപ്പോൾ ഞാനിവിടെ എഴുതാം 3426 by 10 into 4.18, 41.8, then 100 മോളിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ആൻസർ 3426 by 41.8 ആണ്. അതിനൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്തതാണെങ്കിൽ ഡിവൈഡഡ് ബൈ 42 വരും. 3426 by 42, അതാണ് നമ്മുടെ ആൻസർ വരിക. ബൈ 42, 342 ഓൾമോസ്റ്റ് 8 ടൈംസ് വരും. 336, യെസ്, 8. 336 by 6, 66, 1, 42, 46, 24. ഇനി 5 ആണെങ്കിൽ 210, 6 വരും, 42, 6, 5 വരും. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? അമറാബി, നൈസ്, ഇറ്റ്സ് ഓക്കെ. 42, 46, 24 out of 5, 210. But answer is 81.5. That is nearest integer of 82. The answer is 82 into 10⁻². The correct answer, that is x is equal to 82. Clear? ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ കോൺസെപ്റ്റ് ആൻഡ് ചെയ്ത രീതി മനസ്സിലായോ? ഡെൽറ്റ ടി എം എസ്, ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ക്യൂ. ഡെൽറ്റ ടി കണ്ടുപിടിക്കാൻ ക്യൂ ബൈ എം എസ്. സ്പെസിഫിക് ഹീറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ റിയാക്ഷൻ്റെ ഹീറ്റ് ചേഞ്ച് കണ്ടുപിടിക്കണം. ലിമിറ്റിംഗ് റിയാക്ടൻ്റ് ടൈപ്പ് പ്രോബ്ലം ആണ്. ലിമിറ്റിംഗ് റിയാക്ടൻ്റ് കണ്ടുപിടിച്ചതിൽ എത്ര വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്ത് നോക്കുക. ഇവിടെ 0.06 വാട്ടർ മോളിക്യൂളാണ് ഫോം ചെയ്തത്. 1 മോളിന് 57.1, 0.06 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. Then Q by ms. Okay. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. C plus O2 gives CO2 plus 400 kilojoule, and C plus half O2 gives CO plus 100 kilojoule. When coal of purity 60% is allowed to burn in presence of insufficient oxygen. അതായത് ഈ റിയാക്ഷനിൽ എത്ര എമൗണ്ട് ആണോ കോൾ ഇട്ടത്
അതായത് കാർബൺ യൂസ് ചെയ്തത്, അതിൽ പ്യുവർ കാർബൺ ആയിട്ടുള്ളത് 60%, അതായത് 100 ഗ്രാം ഇട്ടാൽ അതിൽ 60 ഗ്രാം കാർബണും 40 ഗ്രാം ഇമ്പ്യൂരിറ്റി ആയിരിക്കും. ഓക്കെ, ദെൻ 60% ഓഫ് കാർബൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ മോണോക്സൈഡ്. ആ എമൗണ്ടിൽ, ആ ഇട്ട എമൗണ്ടിൽ 60% കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറി. റിമൈനിങ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡയോക്സൈഡ്. അതായത് റിമൈനിങ് എന്ന് പറയുമ്പോൾ 40% കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ജനറേറ്റഡ് വെൻ 0.6 കിലോഗ്രാം ഓഫ് കോൾ ഇസ് ബേൺ ഇസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഹീറ്റ് ജനറേറ്റഡ് എത്രയാണ്? അപ്പോൾ ആദ്യം തന്നെ ഇവിടെ എത്ര കാർബൺ റിയാക്ട് ചെയ്തു അതാദ്യം തന്നെ കണ്ടുപിടിക്കാം. കാർബൺ അല്ലെങ്കിൽ കോൾ യൂസ്ഡ് എത്രയാണ്? കോൾ യൂസ്ഡ് ഇസ് ഈക്വൽ ടു 0.6 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 600 ഗ്രാം. അതിൽ 600 ഗ്രാമും കാർബൺ അല്ല, കാരണം 60% ആണ് പ്യൂരിറ്റി ഉള്ളൂ. അപ്പോൾ the mass of carbon reacted 600ൽ 60% കാർബൺ ഉള്ളൂ. അപ്പോൾ റിയാക്റ്റഡ് എത്ര വരും? എത്ര കാർബൺ അതിലുണ്ടാവും? 600ൻ്റെ 60%. അപ്പം എന്ന് പറയുന്നത് 360 ഗ്രാം. 360 ഗ്രാമാണ് 600 നമ്മൾ ആഡ് ചെയ്തെങ്കിലും 360 ഗ്രാമാണ് കാർബൺ ഉള്ളത്. ഓക്കെ, ഇനി മാസ് ഓഫ് കാർബൺ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ കണ്ടുപിടിക്കാമല്ലോ. അതായത് എത്ര മോൾ കാർബൺ റിയാക്ട് ചെയ്തു, എത്ര മോൾ കാർബൺ റിയാക്ട് ചെയ്തു. മാസ് ഓഫ് കാർബൺ റിയാക്റ്റഡ് 360. ഇപ്പോൾ മോൾസ് ഓഫ് കാർബൺ റിയാക്റ്റഡ് 360/12. ഇപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്താൽ എത്ര വരും? 3, ദാറ്റ് ഈസ് 30 മോൾ. അപ്പോൾ 30 മോൾ കാർബൺ ആണ് ഇവിടെ റിയാക്ട് ചെയ്തത്. ഓക്കെയാണ്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ഇതിൽ 60% കാർബൺ മോണോക്സൈഡായി, 40% കാർബൺ ഡയോക്സൈഡായി. അപ്പോൾ ഈ 30ൽ നിന്ന് എത്ര കാർബൺ ഡയോക്സൈഡായി എത്ര കാർബൺ മോണോക്സൈഡായി എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ചാൽ തന്നെ ആൻസറായി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാം നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ റിയാക്റ്റഡ് ഇസ് ഈക്വൽ ടു 30 മോൾ. ഓക്കെ, ഇതിൽ ഇനി എത്ര എമൗണ്ട് ആണ് കാർബൺ മോണോക്സൈഡ് ആയത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഇസ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ മോണോക്സൈഡ്. അതെത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതെത്രയായിരുന്നു? എത്രയാണോ യൂസ് ചെയ്തത് അതിൻ്റെ 60%. കാർബൺ ഈസ് കൺവേർട്ടഡ് ടു കാർബൺ മോണോക്സൈഡ് 60%. അപ്പോൾ 30യുടെ 60% എത്ര? 30യുടെ 60% ദാറ്റ് ഈസ് 18 മോൾ. 18 മോൾ. ഇനി എത്ര നമ്പർ ഓഫ് മോൾസ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറി? എത്ര കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറി? ബാക്കിയുള്ളത് ടോട്ടൽ 30 ഉണ്ട്, 18 മോൾ കാർബൺ മോണോക്സൈഡായി. അപ്പോൾ ബാക്കിയുള്ളത് എത്രയായിരിക്കും? 30 - 18 ദാറ്റ് ഈസ് 12 മോൾ. ഓക്കെ, അപ്പോൾ യൂസ് ചെയ്ത് 30 മോൾ, ലൈക്ക് റിയാക്ട് ചെയ്ത് 30 മോൾ, 18 മോൾ കാർബൺ മോണോക്സൈഡായി, 12 മോൾ കാർബൺ ഡയോക്സൈഡായി. ഇനി ഹീറ്റ് ചേഞ്ച് ഡെൽറ്റ എച്ച് വാല്യൂ. ഇനി ഇക്വേഷനിലേക്ക് നോക്കാം. കാർബൺ 1 മോൾ ആയിരുന്നപ്പോൾ കാർബൺ 1 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ആകുമ്പോൾ എത്ര ഹീറ്റ് എനർജി? 400. കാർബൺ 1 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറിയപ്പോൾ 100 കിലോ ജൂൾ. ഓക്കെ, അപ്പോൾ ഇവിടെ കാർബൺ ഡയോക്സൈഡ് ആവുന്നത് എത്ര മോളാണ്? 12 മോളാണ്. കാർബൺ മോണോക്സൈഡ് ആവുന്നതോ 18 മോൾ അല്ലേ? 18 മോൾ കാർബൺ മോണോക്സൈഡ് ആവും, 12 മോൾ കാർബൺ ഡയോക്സൈഡ് ആവും. അപ്പോൾ ഫൈനൽ ആൻസർ ഡെൽറ്റ എച്ച് വാല്യൂ 12 മോൾ കാർബൺ. 1 മോളിൽ 400, അപ്പോൾ 12 മോളിൽ 12 × 400 പ്ലസ് 18 × 100. 1 മോളിൽ 100, അപ്പോൾ 18 മോളിൽ 18 × 100. ഫൈനൽ ആൻസർ 4,800 പ്ലസ് 1,800 എത്ര വരും? 6,600. യെസ്, 6,600 ആൻസർ. യെസ്, ഓപ്ഷൻ ഡി. ക്ലിയർ? ഇപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ് ബെൻ, കറക്റ്റ്, ഓപ്ഷൻ ഡി.
അപ്പോൾ അടുത്തത് at 25 degree S, Suryan correct. At 25 degrees Celsius, 1 atmosphere pressure, the enthalpies of combustion are as given below. അതായത് ഹൈഡ്രജൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയും ദെൻ C2H6ൻ്റെയും അതായത് ഈത്തേനിൻ്റെയും എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈത്തേൻ കണ്ടുപിടിക്കുക. എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഈത്തേൻ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ആ റിയാക്ഷൻ ആദ്യം എഴുതാം. ഈത്തേൻ ഫോം ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻസിൽ നിന്ന് ഈത്തേൻ ഫോം ചെയ്യുന്നു C2H6. കറസ്പോണ്ടിങ് എലമെൻസ് എന്ന് പറയുമ്പോൾ കാർബൺ ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും, C+H2. ബാലൻസ് ചെയ്താൽ 2C + 3H2. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ എൻതാൽപ്പീസ് ഓഫ് കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രജൻ, ഗ്രാഫൈറ്റ് ആൻഡ് ഈത്തേൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഹൈഡ്രജൻ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ റിയാക്ഷൻ ചെയ്താൽ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ 1 മോൾ സബ്സ്റ്റാൻസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റിലീസ് ആവുന്ന എനർജി. അപ്പോൾ ഹൈഡ്രജൻ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ 1 മോൾ H2 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ റിലീസ് ആവുന്ന എനർജി H2 + half O2 gives H2O. അപ്പോൾ ഇവിടുത്തെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ തന്നെയാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. ആ വാല്യൂ തന്നിട്ടുണ്ട് -286. ഇനി അടുത്ത ഗ്രാഫൈറ്റ് കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നു. ആൻഡ് 1 മോൾ കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. അപ്പോൾ ഇവിടുത്തെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ തന്നെയാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, വാല്യൂ -394. ഓക്കെ, ദെൻ C2H6 ഈത്തേൻ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ചെയ്യുന്നു. C2H6 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. ഹൈഡ്രോ കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ കാർബൺ ഡയോക്സൈഡും ഫോം ചെയ്യും, വാട്ടറും ഫോം ചെയ്യും. ദെൻ ഇതിൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ അതായത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട് -1560. ബാലൻസ് ചെയ്യാം. ഇപ്പോൾ 2CO2 3H2O 4 + 3 7. ഇപ്പോൾ ഇവിടെ 7/2. ഓക്കെ, ദെൻ ഈ റിയാക്ഷനിൽ നമുക്ക് വേണ്ടത് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് C2H6 ആണ്. അതായത് ഈ റിയാക്ഷൻ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിച്ചാൽ ആൻസർ ആണ്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് C2H6. അതല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ്, ഈ മൂന്നാമത്തെ റിയാക്ഷൻ്റെ ΔH റിയാക്ഷൻ ഇൻ ടൈംസ് ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ എങ്ങനെ വരും? ΔH റിയാക്ഷൻ ഇൻ ടൈംസ് ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻ. അപ്പോൾ ഇവിടെ പ്രോഡക്ട്സിൽ എഴുതുകയാണെങ്കിൽ എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്, ഇവിടെ 2 മോളാണ്, 2 ഇൻറ്റു എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് + 3 ഇൻറ്റു എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് H2O മൈനസ് റിയാക്റ്റൻസ്. റിയാക്റ്റൻസിൽ ആദ്യം വരുന്നത് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് C2H6 + 7/2 എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സിജൻ. ദെൻ ക്വസ്റ്റിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് 25 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 അറ്റ്മോസ്ഫിയർ പ്രഷർ. അതായത് സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ്. സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നമുക്കിവിടെ ΔH0 എന്ന് എഴുതാം, ΔH0F, ΔH0F, ΔH0F. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ സ്റ്റേബിൾ എലമെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ഇപ്പോൾ ഇവിടുത്തെ ഓക്സിജൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഇസ് 0. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ ΔHR തന്നിട്ടുണ്ട്, ΔH0R തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് -1560. ദ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും H2Oയുടെയും എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. ഓക്കെ, അത് നമുക്ക് ഈ ആദ്യത്തെ 2 ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ത് വരും? -286 ഇസ് ഈക്വൽ ടു
എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റൻ. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് വരുന്നത് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് H2O മൈനസ് റിയാക്റ്റൻ്റ് വരുമ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ആണ് H2 ആൻഡ് O2 സ്റ്റേബിൾ സ്റ്റേറ്റിലാണ്. അപ്പോൾ അത് 0 വരും. അപ്പോൾ -286 തന്നെയാണ് H2യുടെ എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ. സെക്കൻഡ് ഇക്വേഷനിൽ നോക്കാം. -394 ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് CO2 മൈനസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. കാർബൺ ഇവിടെ ഗ്രാഫൈറ്റ് ആണ്, മോർ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ 0, ഓക്സിജൻ്റെയും 0, O2വിൻ്റെയും 0. അപ്പോൾ -394 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് CO2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. CO2വിൻ്റെ H2യുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ കിട്ടി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ C2H6 കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വാല്യൂസ് നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -1560 is equal to 2 into carbon dioxide -394 minus 3 into water molecule 286 minus C2H6 X എന്ന് കൊടുക്കാം. X ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ 2 into -394 minus 3 into 286 plus 1560. സ്റ്റെപ്പ് ഓക്കെ ആണോ? ഇത്രയും സ്റ്റെപ്സ് ഓക്കെ ആണോ? ഇത്രയും സ്റ്റെപ്സ് ഓക്കെ ആണോ? ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. X is equal to -2 into 394 minus 3 into 286 plus 1560, right? Yes. ഇപ്പോൾ ഇവിടെ 788 minus 858. Okay, then plus 1560 781 1500 1558 1658 46 646 മൈനസ് 1560. ഓക്കെയാണ്. 1646 1560. അപ്പോൾ ഇനി ബാക്കി 80 86. ഇപ്പോൾ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് -86 കിലോ ജൂൾ. -86 കിലോ ജൂൾ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. യെസ്, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. -86. The answer is -86 kilojoule per mole. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആൻസർ കിട്ടിയത് -86 കിലോജൂൾ. ആവിഷ് -86 കിട്ടിയ കുഴപ്പമില്ല, വീണ്ടും ഒന്നോടെ ഒന്ന് ചെയ്തു നോക്കുക. ആൻസർ ഇസ് -86 കിലോജൂൾ. ഓക്കെ, ഇപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് 1 atmosphere പ്രഷർ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓർത്തോള സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. ഓക്കെ, ഇപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് ബെൻസീൻ ആൻഡ് അസറ്റൈലീൻ ഈത്തൈൻ C2H2 are -3268 and -1300 kilojoule per mole respectively. The change in enthalpy for the reaction. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതാം. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് ബെൻസീൻ C6H6 ആണ്. കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക.
കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ 6CO2 then 3H2O. ടോട്ടൽ ഓക്സിജൻ 12 15, ഇപ്പോൾ ഇവിടെ 15/2. ഓക്കെ, ദെൻ ഈ റിയാക്ഷനിൽ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ തന്നിട്ടുണ്ട്, അതായത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഫസ്റ്റ് ബെൻസീൻ -3268 കിലോ ജൂൾ, ഇതിന് ഇക്വേഷൻ 1 എന്ന് പറയും. സെക്കൻഡ് വൺ അസറ്റൈലിൻ കമ്പസ്റ്റൻ C2H2 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക, പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. സൂര്യനാരായണൻ കിട്ടി. ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്താൽ 2CO2 ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണ്, അപ്പോൾ 4 + 5, ഇപ്പോൾ ഇവിടെ 5/2. ഓക്കെ, ആൻഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ വാല്യൂ -1300, ഇക്വേഷൻ 2. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഫോർ ദ റിയാക്ഷൻ 3C2H2 gives C6H6. ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പ് ചെയ്ത പോലെ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് C6H6ഉം നമുക്ക് ആവശ്യമാണ്, എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് C2H2ഉം ആവശ്യമാണ്. ഇത് രണ്ടും ആദ്യത്തെ 2 ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, നമുക്ക് ഡയറക്റ്റായിട്ട് അത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അതായത് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ വാല്യൂ മറ്റ് ഇക്വേഷനിൽ നിന്നൊന്നും കിട്ടാതെ വരുമ്പോൾ പിന്നെ ചെയ്യേണ്ട കാര്യം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ ഇവിടെ 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ 1, 2നെ എന്ത് ചെയ്താൽ ഇക്വേഷൻ 3 ആക്കാൻ പറ്റും? അവിടെയാണ് വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് ചോയ്സ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആ കോൺസെപ്റ്റ് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക എന്ന് മാത്രം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു മെത്തേഡല്ല, 10-12 മെത്തേഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഏതാണോ ഈസി അത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്യുക. ഷോർട്ട് കട്ടുകൾ എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഓക്കെ, ഇപ്പോൾ കൃത്യമായിട്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പ്രോബ്ലം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഇക്വേഷൻ 1, 2, 3, ഇക്വേഷൻ 1നെയും 2നെയും എന്ത് ചെയ്താൽ ഇക്വേഷൻ 3 ആക്കാം? പറയാമോ? ഇക്വേഷൻ 1നെയും 2നെയും എന്ത് ചെയ്താൽ ഇക്വേഷൻ 3 ആക്കാം? ഇക്വേഷൻ 3ൽ ഓക്സിജൻ ഇല്ല, ഈ ഓക്സിജൻ കളയണം. ഈ ഓക്സിജൻ കളയണമെങ്കിൽ ഇത് രണ്ട് സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവിടെ 15/2 ആണ്, ഇവിടെ 5/2 ആണ്. ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്പറേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഇക്വേഷൻ 3 is equal to 3 into ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ അല്ലേ ഒന്ന്. ഇക്വേഷൻ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഇക്വേഷൻ 1 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ എന്ത് വരും? 3C2H2 plus 15/2O2 minus equation 1 value C6H6 minus 15/2O2 gives 2CO2 into 3, 6CO2, then 3H2O minus product സൈഡിലുള്ള എല്ലാം സബ്ട്രാക്ട് ചെയ്ത് പോവും. ഇവിടെ ഒന്നുമില്ലാതായി. Then oxygen cancel ആവും. 3C2H2 gives minus C6H6 റൈറ്റ് സൈഡിലേക്ക് എടുക്കാം, പ്ലസ് C6H6. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കറക്റ്റ് ഫോമാറ്റിലായി. ദെൻ സെയിം വാല്യൂ, സെയിം എൻതാൽപ്പി വാല്യൂ ഈ ഓപ്പറേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ΔH3 is equal to 3 into ΔH2 minus ΔH1. ΔH2 ഓപ്ഷൻ സി സൂര്യൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, നോക്കാം. ΔH സെക്കൻഡ് ഇക്വേഷൻ -1300, 3 minus 3 into 1300 minus ΔH1 3268. അപ്പോൾ മൈനസ് പ്ലസ് വരും, 3268. ഇവിടെ 263900 പ്ലസ് 3268.
ഇപ്പോൾ ഇവിടെ എത്ര വരും 32 600 minus 632. Yes, answer is minus 632. Option C is the correct answer. Okay ആണല്ലോ? Yes, very good Suryan and Avish. Answer is minus 632 kilojoule per mole. Okay, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അഗെയിൻ ഒരു സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എനിവേ ജെഇക്ക് നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലാറ്റിസ് എൻതാൽപ്പി ആൻഡ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. ലാറ്റിസ് എൻതാൽപ്പി ആൻഡ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ are 788 and 4 kilojoule per mole respectively. The hydration enthalpy of NaCl is. Lattice enthalpy, enthalpy of solution and hydration enthalpy. ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായിരുന്നു ആ റിലേഷൻ? ഡെൽറ്റ എച്ച് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു ലാറ്റിസ് എൻതാൽപ്പി പ്ലസ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഡയറക്റ്റ് ഫോർമുല ക്വസ്റ്റ്യൻ ആണ്. എനിവേ ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2022-23 ഏതോ ഒരു ഇയറിൽ ചോദിച്ചതാണ്. ഡെൽറ്റ എച്ച് സൊല്യൂഷൻ തന്നിട്ടുണ്ട് 4 കിലോ ജൂൾ. ലാറ്റിസ് എൻതാൽപ്പി തന്നിരിക്കുന്നു 788 പ്ലസ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് മൈനസ് 784. 788 minus 784 is C. Answer is minus 784. Clear? Lattice enthalpy values minus 784. Clear ആണോ? ഓക്കെ, ഇപ്പോൾ ഒരു ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ അടുത്തത് ഇതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു when the combustion of 1 mole of heptane is carried out at temperature T. കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു ആണ്. അപ്പോൾ ഡെൽറ്റ എച്ച് ഇക്വേഷൻ എന്താണെന്ന് അറിയണം. ഡെൽറ്റ എച്ച് ഇക്വേഷൻ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. അതിൻ്റെ ഡിഫറൻസ് ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു is equal to ഡെൽറ്റ എൻ ആർ ടി. ഡെൽറ്റ എൻ ആർ ടി ആണ് നമ്മൾ ഇവിടുത്തെ ആൻസർ. അപ്പോൾ അതറിയണമെങ്കിൽ ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ ആദ്യം തന്നെ എഴുതണം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. എന്താണ് ഇവിടുത്തെ ഇക്വേഷൻ? കമ്പസ്റ്റൻ ഓഫ് 1 mole of heptane. ഹെപ്റ്റെയിൻ ഫോർമുല, ആൽക്കൈൻ ഫോർമുല CnH2n plus 2. ഹെപ്റ്റെയിനിൽ 7 കാർബൺ, എത്ര ഹൈഡ്രജൻ? 2n plus 2 16 ഹൈഡ്രജൻ. ഓക്കെ, പ്ലസ് കമ്പസ്റ്റൻ റിയാക്ഷൻ ആയതുകൊണ്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക. ഫോം ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ മോളിക്യൂൾ. ദെൻ ബാലൻസ് ചെയ്താൽ 702, then hydrogen 8 H2O, then oxygen total 14 plus 8 22 oxygen. ഇപ്പോൾ ഇവിടെ 11 oxygen. then അറിഞ്ഞിരിക്കേണ്ടത് ഓർഗാനിക് കെമിസ്ട്രിയിലാണ് ഇതിൻ്റെ കുറച്ച് കോൺസെപ്റ്റ് ഉള്ളത്. ഫസ്റ്റ് 4 members of alkanes are gases. okay, the first 4 members are gases. then വരുന്ന members എന്താണ്? ലിക്വിഡ് ആണ്. അതിനുശേഷം വരുന്നത് വാക്സി സോളിഡ് ആണ്. അപ്പോൾ ഇവിടെ ഹെപ്റ്റൈൻ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ഓക്സിജൻ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്, H2O ലിക്വിഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ എൻ വാല്യൂ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻറ്റ്. ഗ്യാസ് ആയിട്ടുള്ള സബ്സ്റ്റാൻസ് നമ്പർ ഓഫ് മോൾസ് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഉള്ളൂ പ്രോഡക്റ്റിൽ 7, മൈനസ് റിയാക്ടൻറ്റിൽ ഗ്യാസ് ആയിട്ടുള്ളത് ഓക്സിജൻ മാത്രമേ ഉള്ളൂ, നമ്പർ ഓഫ് മോൾസ് 11. അപ്പോൾ ഇവിടെ -4 വരും. Answer is -4 RT. -4 RT. That is option B. Clear ആണോ? ആൻസറിലേക്ക് എത്തിയത്. ഇത് ശരിക്കും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യന് പലർക്കും ഡിഫിക്കൽട്ട് ആക്കുന്നത് ഹെപ്റ്റെയിൻ റൂം ടെമ്പറേച്ചറിൽ ഏത് സ്റ്റേറ്റിലാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ആൻസർ കറക്റ്റ് ആക്കാൻ പറ്റൂ, സിമ്പിൾ ആണെങ്കിൽ കൂടി. ക്ലിയർ ആണല്ലോ? നേരെ മറിച്ച് ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ മീത്തേൻ ഈതേനൊക്കെയാണ് വരുന്നതെങ്കിൽ അത് ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും വരിക. അപ്പോൾ അവിടെ ആൻസർ ഓക്സിജൻ മാത്രമല്ല ആൽക്കൈനിൻ്റെ കൂടി നമുക്ക് അവിടെ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞ ഈ ക്വസ്റ്റ്യനിലെ ഡിഫിക്കൽറ്റി. ബാക്കി എല്ലാ കാര്യം സിമ്പിളാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ,
ഇത് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ജെയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. An ideal gas is allowed to expand from 1 liter to 10 liter against a constant external pressure of 1 bar. The work done is, pressure constant ആണെങ്കിൽ അല്ലെങ്കിൽ external pressure constant ആണെങ്കിൽ the work done will be irreversible. Work done will be irreversible. Work done irreversible process, it is equal to P external delta V. P external delta V. Then expansion ആണെങ്കിൽ മൈനസ് അബ്സോർപ്ഷൻ, എക്സ്പാൻഷൻ ആണെങ്കിൽ മൈനസ് കംപ്രഷൻ ആണെങ്കിൽ പോസിറ്റീവ്. ഇവിടെ എക്സ്പാൻഷൻ എന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ ഇറ്റ് ഈസ് മൈനസ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രഷർ 1 ബാർ ആൻഡ് ചേഞ്ച് ഇൻ വോളിയം 1 ലിറ്റർ ടു 10 ലിറ്റർ, ഡിഫറൻസ് എന്ത് വരും? 9 ലിറ്റർ. ദെൻ യൂണിറ്റ് ലിറ്റർ ബാറിലാണ് വരുന്നത്, ലിറ്റർ ബാർ. പക്ഷെ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കിലോ ജൂളിൽ വരണം. പ്രഷർ ബാർ ആൻഡ് വോളിയം ലിറ്ററിലാണ്. അപ്പം ലിറ്റർ ബാർ കൺവേർഷൻ അറിഞ്ഞാലേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. 1 ലിറ്റർ ബാർ ഇസ് ഈക്വൽ ടു 100 ജൂളാണ്, 100 ജൂൾ. അപ്പോൾ ഇവിടെ ഫൈനൽ ആൻസർ മൈനസ് 1 ഇൻറ്റു 9 ഇൻറ്റു 100, ദറ്റ് ഈസ് മൈനസ് 900 ജൂൾ. ആൻഡ് കിലോ ജൂൾ വരുമ്പോൾ മൈനസ് 0.9 kilojoule. Answer is option B. ക്ലിയർ ആണോ? സൂര്യൻ കമൻറ്റ് ചെയ്തത് ഈ ക്വസ്റ്റ്യൻ ആണോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണോ? ബെൻ ആൻസർ കിട്ടിയോ? യെസ്. അപ്പം നിങ്ങളെ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെങ്കിലും ഇതിൽ ഡിഫിക്കൽറ്റി ഇരിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. നമ്മുടെ യൂണിറ്റ് വരുന്ന ലിറ്റർ ബാറാണ്. കിട്ടുന്ന വഴി അങ്ങ് OMRലേക്ക് മാർക്ക് ചെയ്യരുത്. യൂണിറ്റ് കിലോ ജൂളിലാണ് വെച്ചിരിക്കുന്നത്, നമുക്കിവിടെ കിട്ടുന്നത് ലിറ്റർ ബാറാണ്. അപ്പം ലിറ്റർ ബാർ ടു ജൂൾ കൺവേർഷൻ, ആ ഒരു കൺവേർഷൻ ഇട്ടില്ലെങ്കിൽ ഇത് തെറ്റിച്ച് കളയും. അപ്പോൾ ക്വസ്റ്റ്യൻ ജെയ്ക്കൊക്കെ അങ്ങനെയാണ്, ചിലത് സിമ്പിളാണെന്ന് തോന്നും, പക്ഷെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യം അതിലവിടെ ഇട്ടിട്ടുണ്ടാവും. വെറുതെ കിട്ടുന്ന 4 മാർക്ക് -1ലേക്ക് വരുത്താതിരിക്കുക. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ. -0.9 വന്നത് എന്തുകൊണ്ട് -9 വന്നില്ല? കാരണം ലിറ്റർ ബാറാണ് യൂണിറ്റ്. അതിനെ ജൂളിലേക്ക് മാറ്റുമ്പോൾ -900 ജൂൾ, ദറ്റ് ഈസ് -0.9. ചെറിയ ട്രിക്സ് ഇല്ലേ, യൂണിറ്റ് കൺവേർഷൻ ഇട്ടില്ലേ ഇപ്പോൾ? യെസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ഇട്ടിട്ടുണ്ടാകും, അപ്പോൾ അത് ഓർത്തോളുക, എസ്പെഷ്യലി ജെയ്ക്ക്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹീറ്റ്സ് ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ ആൻഡ് കാർബൺ മോണോക്സൈഡ് ആർ -393.5 ആൻഡ് -283.5. ദ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് പെർ മോൾ ഈസ്. നേരത്തെ ചെയ്ത സിമിലർ ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ ആൻഡ് കാർബൺ മോണോക്സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ നമുക്ക് എഴുതാം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ, അതായത് C+O2 ഗീവ്സ് CO2. ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ, എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ ഇസ് -393.5. ഓക്കെ, ഇനി കാർബൺ മോണോക്സൈഡിൻ്റെ CO+O2 gives CO2. ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ ഹാഫ് O2. ഡെൽറ്റ H വാല്യൂ, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ -283.5 കിലോ ജൂൾ. ഓക്കെ, കണ്ടുപിടിക്കേണ്ട ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യണം, അതായത് CO ആകണം. എന്തിൽ നിന്നാകണം? C+½ അപ്പോൾ ഇതിൻ്റെ എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കണം. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ റിയാക്ഷന് ഒരു പ്രത്യേകതയുണ്ട്. റിയാക്റ്റൻസ് സൈഡിൽ നോക്കുക, കാർബൺ ആൻഡ് ഓക്സിജൻ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിലാണ്. ഇപ്പോൾ ഒരു റിയാക്ഷനിൽ റിയാക്റ്റൻസ് സൈഡിൽ റിയാക്റ്റൻസ് എല്ലാം മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് ആയിരിക്കും. ഈ റിയാക്ഷൻ എനിക്ക് എഴുതാം, ഡെൽറ്റ എച്ച് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്.
കാരണം ഡെഫിനിഷൻ പ്രകാരം ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഫോർമേഷൻ കാർബൺ മോണോക്സൈഡ് പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് ആണ്. ഇവിടെ റിയാക്റ്റൻ്റ് സൈഡിൽ കാർബണും ഓക്സിജനും സ്റ്റേബിൾ സ്റ്റേറ്റിലാണ്, 0 വരും. അപ്പോൾ ഇതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ഇക്വേഷൻ 1 and 2 എന്ത് ചെയ്താൽ, ഇക്വേഷൻ 1, 2 എന്ത് ഓപ്പറേഷൻ ചെയ്താൽ ഇക്വേഷൻ 3ലേക്ക് വരുത്താൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. ആ ഓപ്പറേഷൻ തന്നെ എൻതാൽപ്പി ചേഞ്ചിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ ആണോ? എങ്ങനെ ചെയ്യാം? എന്തായിരിക്കും അതിൻ്റെ റിലേഷൻ? ഓക്സിജൻ half O2 ആണ്. ഫസ്റ്റ് ഇക്വേഷനിൽ 1O2, സെക്കൻഡ് ഇക്വേഷനിൽ half O2. 1O2 മൈനസ് half O2 എന്തായിരിക്കും? half O2 വരും. എന്തായിരിക്കും ഓപ്പറേഷൻ? ഇക്വേഷൻ 3 is equal to ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. ചെക്ക് ചെയ്ത് നോക്കാം. C plus O2 മൈനസ് CO മൈനസ് half O2 gives, പ്രൊഡക്റ്റ് സൈഡിൽ രണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, രണ്ടും ക്യാൻസലായി പോയി. ഇപ്പോൾ C1O2 നിന്ന് ഒരു half O2 പോയാൽ half O2 gives CO, റൈറ്റ് സൈഡിലേക്ക് പോയാൽ CO. ദാറ്റ് ഈസ് ഇക്വേഷൻ 3. ഓപ്പറേഷൻ കറക്റ്റ് ആണ്. അപ്പോൾ ഡെൽറ്റ H3 is equal to ഓപ്പറേഷൻ ചെയ്തത് 1 മൈനസ് 2, ഡെൽറ്റ H1 മൈനസ് ഡെൽറ്റ H2. ഡെൽറ്റ H1 മൈനസ് 393.5 മൈനസ് ഡെൽറ്റ H2 മൈനസ് 283.5 മൈനസ് പ്ലസ് വരും. അപ്പോൾ ഇവിടെ മൈനസ് 110 വരും. 110 മൈനസ് 110. അപ്പം അങ്ങനെ വരുന്ന ഓപ്ഷൻ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്കിവിടെ ഉദ്ദേശിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞ് ഈ ഓപ്ഷനിൽ ഏതോ ഒരെണ്ണം 0.5 ആകരുത്. അങ്ങനെ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഒന്നുകിൽ മൈനസ് 393 ആയിരിക്കണം, അല്ലെങ്കിൽ മൈനസ് 283 ആയിരിക്കണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് 110 ആണ്. 110.5 വരണമെങ്കിൽ ഒന്നിൽ മാത്രമേ 0.5 ഉണ്ടാവുള്ളൂ. എനിവേ നമുക്ക് കിട്ടിയ ആൻസർ ഇതിൽ ഏതാണ് ഓപ്ഷനിൽ വരുന്നതെന്ന് നോക്കാം. തൊട്ടടുത്ത് വരുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇതും വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിങ് കംപ്രഷൻ ഓഫ് എ സ്പ്രിങ് കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒരു സ്പ്രിങ്. ഡ്യൂറിങ് കംപ്രഷൻ ഓഫ് എ സ്പ്രിങ് ദ വർക്ക് ഡൺ ഇസ് 10 kJ. അതായത് ഒരു സ്പ്രിങ്ങിലേക്ക് 10 kJ വർക്ക് അപ്ലൈ ചെയ്തു. ആ സ്പ്രിങ് അപ്പം എന്ത് ചെയ്തു? കംപ്രസ് ചെയ്തു. സ്പ്രിങ് കംപ്രസ് ചെയ്തു. ആൻഡ് 2 kJ എസ്കേപ്പ് ടു ദ സറൗണ്ടിങ്സ്. കംപ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 kJ സറൗണ്ടിങ്സിലേക്ക് എസ്കേപ്പ് ചെയ്തു. അതായത് ഹീറ്റ് എനർജി. വർക്ക് സ്പ്രിങ്ങിലേക്ക് കൊടുത്തു, 2 kJ എനർജി പുറത്തേക്ക് സറൗണ്ടിങ്സിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, Q പ്ലസ് W. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി Q പ്ലസ് W. Q എനർജി പുറത്തേക്കാണ് പോയത്, ഹീറ്റ് റിലീസ് ടു ദ സറൗണ്ടിങ്സ്. അപ്പോൾ 2 kJ എന്തായിരിക്കും? -2 വരും. ഓക്കെ. ദെൻ വർക്ക് ഓൺ ദ സിസ്റ്റം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. സ്പ്രിങ്ങിലേക്കാണ് വർക്ക് ചെയ്തത്, സിസ്റ്റത്തിലേക്കാണ് വർക്ക് ചെയ്തത്. സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്താൽ പ്ലസ്. ആൻസർ ഇസ് +8 kJ. ആൻസർ +8 kJ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, ജിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ പിസ്റ്റൺ ഫിൽഡ് വിത്ത് 0.04 mole of an ideal gas expands reversibly from 50 milliliter to 375 milliliter at a constant temperature 37 degrees Celsius. Okay. Reversible work done ആണ്. Number of moles 0.04 തന്നിട്ടുണ്ട്. Then expand ചെയ്ത വോളിയം 50 milliliter to 375 milliliter and temperature 37 degrees Celsius. As it does so, it absorbs 208 joule. ഈ ഒരു പ്രോസസ്സ് നടന്നപ്പോൾ 208 ജൂൾ
എനർജി, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ക്യൂ എത്ര, ഡബ്ല്യു എത്ര? ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാതെയും കണ്ടുപിടിക്കാൻ ജെയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എന്തായിരിക്കും ആ ഒരു പ്രത്യേകത? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമേ നോക്കണം. ചിലതൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, വെറുതെ സമയം കളയരുത്. അതല്ലാതെ ചെയ്ത് നോക്കാതെ കിട്ടാൻ പറ്റുന്ന എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ആദ്യമേ തന്നെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ആലോചിക്കുക. ഓക്കെ, ഇത് ചെയ്താലും കിട്ടും, അതല്ലാതെ ചെയ്തില്ലെങ്കിലും ഒരു ചെറിയ കാര്യം ആലോചിച്ചാൽ മതി. ഹീറ്റ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷനിലെ ക്യൂ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ദെൻ ആൻഡ് ക്യൂ വാല്യൂ അബ്സോർബ് ചെയ്ത വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ +208 ജൂൾ. ആൻഡ് വർക്ക് ഡൺ എക്സ്പാൻഷനാണ്. വർക്ക് എക്സ്പാൻഷൻ നെഗറ്റീവ്. അപ്പോൾ വർക്ക് നെഗറ്റീവും ക്യൂ പോസിറ്റീവും വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? വർക്ക് നെഗറ്റീവും ക്യൂ പോസിറ്റീവും വരുന്ന ഓപ്ഷൻ. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടോ? ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഇല്ല. സെക്കൻഡ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ക്യൂ പോസിറ്റീവ് ആൻഡ് വർക്ക് നെഗറ്റീവ്. ഓക്കെ, എനിവേ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, എക്സാം ഹാളിലേക്ക് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഈ ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം. വർക്ക് റിവേഴ്സിബിൾ ഇക്വേഷൻ, അതും എക്സ്പാൻഷനാണ്. എക്സ്പാൻഷൻ ആണെങ്കിൽ -2.303 nRT log V2 by V1. ആൻഡ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് ln 7.5, അതായത് നാച്ചുറൽ ലോഗ്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല നാച്ചുറൽ ലോഗിലേക്ക് മാറ്റാം. നാച്ചുറൽ ലോഗിലേക്ക് മാറ്റാൻ 2.303 കളയാം, nRT ln V2 by V1. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വർക്ക് റിവേഴ്സിബിൾ -nRT ln V2 by V1. സാർ ഒന്ന് ഫാസ്റ്റായി റിപ്പീറ്റ് ചെയ്യൂ. ഇപ്പോൾ പറഞ്ഞത് സൈൻ കൺവേർഷൻ്റെ കാര്യമാണോ? സൈനിൻ്റെ കാര്യമാണോ? ഈ ക്വസ്റ്റ്യൻ്റെ കാര്യമാണോ? ഈ ക്വസ്റ്റ്യൻ്റെ കാര്യം ഇത്രയേ പറഞ്ഞോളൂ. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിക്കാതെ അല്ലാതെ പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന രീതി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു H2SO4ൻ്റെ pH കാണുന്ന ക്വസ്റ്റ്യനാണ്. H2SO4ൻ്റെ pH കാണുന്ന ക്വസ്റ്റ്യൻ. ഓപ്ഷനിലുള്ള വാല്യൂ 8, 9, 10, 2 ഇങ്ങനെയാണെങ്കിൽ അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ആസിഡിൻ്റെ pH ദാറ്റ് വിൽ ബി <7. അതേപോലെ ഇവിടെ ക്യൂ പോസിറ്റീവാണ്, വർക്ക് ഡൺ നെഗറ്റീവാണ്. അപ്പോൾ ആദ്യം ഓപ്ഷനിലേക്ക് കൂട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ് ക്ലിയർ ആയില്ലോ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ -nRT ln V2 by V1, number of moles 0.04 and R value 8.314, temperature 37 degrees Celsius, 273 plus 37, 283, 10 വരും. And ln V2 by V1 375 by 50, 375 by 50. Q and W ചെയ്യാതെ കണ്ടുപിടിക്കുന്നേ. ആ കാര്യത്തെ പറ്റിയാണോ ചോദിച്ചത്? Q and W എങ്ങനെ പെട്ടെന്ന് ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാതെ കണ്ടുപിടിച്ചത്, അതാണോ ചോദിച്ചത്? അതാണോ ചോദിച്ചത്? Q and W ചെയ്യാതെ എങ്ങനെ കണ്ടുപിടിച്ചു, അതാണോ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിവേ, അപ്പോൾ ഇവിടെ 50, 375, യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു വർക്ക് എക്സ്പാൻഷൻ. വർക്ക് എക്സ്പാൻഷൻ ആണെങ്കിൽ W നെഗറ്റീവ്. ദെൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു ഇറ്റ് അബ്സോർബ് 208 ജൂൾ.
ഹീറ്റ് അബ്സോർപ്ഷൻ ആണെങ്കിൽ ക്യൂ പോസിറ്റീവ്. അപ്പോൾ ക്യൂ പ്ലസ് 2008 ജൂൾ. അങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷനേ ഇതിലുള്ളൂ അല്ലേ? അങ്ങനെ ഒരേ ഒരു ഓപ്ഷനേ ഇതിലുള്ളൂ. അത്രയോ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ചെയ്ത് നോക്കാം. 25 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2, ഇവിടെ എത്ര വരും? 4, 8, 12, 15. 15/2 7.5. അതിന് വേണ്ടിയിട്ടാണ് എല്ലാം 7.5 തന്നിരിക്കുന്നത്. 0.04, 8.314 8 ആക്കി ഇടാം. 310 എല്ലാം 7.5 2.01. അപ്പം ഞാൻ 2 എന്നിട്ടു പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന്. ഇവിടെ 310 10⁻², 4 into 10⁻². അപ്പോൾ ഇവിടെ 4, 8. ആ 10⁻², 3 10 കൊടുത്താൽ 3.10. ഇനി ഞാൻ 3 ആക്കി, 2. അപ്പോൾ 32, 6. 192 approximately. 192 approximately. Approximate value minus 192. Minus 192. Okay. അപ്പോൾ approximate value minus 192 ഉള്ളത് വർക്ക് ഡൺ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ആൻഡ് ക്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്, ഹീറ്റ് അബ്സോർപ്ഷൻ പ്ലസ് 208. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇപ്പം ഞാനിവിടെ റൗണ്ട് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ കാരണം എനിക്ക് ഓപ്ഷനിൽ വാല്യൂ ഉണ്ട്. ഇൻറ്റീജർ ക്വസ്റ്റ്യനിൽ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകരുത്, കാരണം ഓപ്ഷൻ ഇല്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. The standard enthalpy of formation of NH3, standard enthalpy of formation of NH3, standard enthalpy of formation of NH3 തന്നിട്ടുണ്ട് -46 kilojoule. Okay. If the enthalpy of formation of hydrogen from its atoms is -436 and that of nitrogen is -112. Enthalpy of formation of hydrogen from its atoms. Enthalpy of formation of a molecule from its atoms എന്ന് പറഞ്ഞാൽ അവിടെ തന്നിരിക്കുന്നത് ബോണ്ട് എൻതാൽപ്പിയാണ്. ആ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. അതായത് ഇവിടെ തന്നിരിക്കുന്ന ബോണ്ട് എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ, അതായത് HH ബോണ്ട് ഇസ് ഈക്വൽ ടു പ്ലസ് 436 കിലോജൂൾ ആണ്. എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് H2 ഫ്രം ഇറ്റ്സ് ആറ്റംസ് ആണ് തന്നിരിക്കുന്നത്. ഫോം ചെയ്തപ്പോഴുണ്ടായ എൻതാൽപ്പി ചേഞ്ച് -436. അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോഴോ +436. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി ഓഫ് നൈട്രജൻ എന്ത് വരും? N ട്രിപ്പിൾ ബോണ്ട് N +712 കിലോജൂൾ. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ആവറേജ് ബോണ്ട് എൻതാൽപ്പി ഓഫ് NH ബോണ്ട്. NH ബോണ്ട് എൻതാൽപ്പി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് അമോണിയ തന്നിട്ടുണ്ട്. ബോണ്ട് എൻതാൽപ്പി നൈട്രജൻ ഹൈഡ്രജൻ കിട്ടി. ബോണ്ട് എൻതാൽപ്പി ഓഫ് NH ബോണ്ട് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഇക്വേഷൻ എഴുതാം. നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. N2 + 3H2 gives 2NH3. ദെൻ ഈ റിയാക്ഷൻ്റെ ഡെൽറ്റ H0 എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ്റെ ടൈംസിൽ എഴുതാം. ദെൻ ബോണ്ട് എൻതാൽപ്പിയുടെ ടൈംസിൽ എഴുതാം. എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ്റെ ടൈംസിലാണെങ്കിൽ സമ്മേഷൻ എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് റിയാക്റ്റൻസ്. Enthalpies of formation of products minus enthalpies of formation of reactants. Okay. Then bond enthalpy ടൈംസിലാണെങ്കിൽ നേരെ റിവേഴ്സ് വരും. Bond enthalpy of reactants minus products. Bond enthalpy of reactants minus bond enthalpy of products. Okay. ഇപ്പോൾ ഇവിടെ enthalpies of formation of ammonia തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇക്വേഷനെ ബേസ് ചെയ്ത് എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് ഇപ്പോൾ 2 ഇൻറ്റു എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ മൈനസ് റിയാക്ടൻ സൈഡിൽ എഴുതേണ്ട ആവശ്യമില്ല, കാരണം നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ സ്റ്റേബിൾ സ്റ്റേറ്റിലാണ്. സ്റ്റേബിൾ സ്റ്റേറ്റിലാണെങ്കിൽ എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ എന്ത് വരും? 0 വരും.
ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു enthalpies of formation of ammonia -46. ഇവിടെ ഫൈനൽ ആൻസർ -92. അപ്പോൾ ഇതാണ് enthalpy change of reaction -92. Then second equationൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Second equation, enthalpy change of reaction is equal to bond enthalpy of reactant minus bond enthalpy of product. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ബോണ്ട് എൻതാൽപ്പിയുടെ ടൈംസിൽ എഴുതണമെങ്കിൽ നമുക്ക് അവിടെ സ്ട്രക്ചറൽ ഫോമാറ്റിൽ എഴുതണം, അല്ലെങ്കിൽ കറക്റ്റ് ബോണ്ട് ഫോമാറ്റിൽ എഴുതിയിരിക്കണം. N2 plus 3H2 gives 2NH3. N2-ൽ N ട്രിപ്പിൾ ബോണ്ട് N ഉണ്ട്. H2-ൽ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ, അത് 3 എണ്ണം. ദെൻ NH3, അതിൽ 3 NH ബോണ്ട്, അങ്ങനെയുള്ള 2 NH3 മോളിക്യൂൾ. ദെൻ ഡെൽറ്റ H റിയാക്ഷൻ -92. ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ്, റിയാക്റ്റൻസ് മൈനസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ റിയാക്റ്റൻസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് നൈട്രജൻ ബോണ്ട് പ്ലസ് 3 ഇൻറ്റു ബോണ്ട് എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ minus reactants, minus products, reactants minus products. പ്രോഡക്ട്സിൽ എത്ര NH ബോണ്ട് ഉണ്ട്? ഒരു NH3-ൽ 3 എണ്ണം, 2 NH3-ൽ 6 എണ്ണമാണ്. 6 ഇൻറ്റു ബോണ്ട് എൻതാൽപ്പി ഓഫ് NH. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -92 ബോണ്ട് എൻതാൽപ്പി ഓഫ് നൈട്രജൻ, ബോണ്ട് എൻതാൽപ്പി ഓഫ് നൈട്രജൻ 712 plus 3 into hydrogen 436 minus 6x. x ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ടൈമിന് പുറത്തേക്ക് എടുത്താൽ 712 plus 3 into 436 plus 92, and x is equal to 712 plus 3 into 436. 1308 plus 92 by 6. The final answer 1308 plus 92 1400. 2112 by R. 3 വെച്ച് കട്ട് ചെയ്താൽ 2 704. 704 by 2 350 ആണ്. 700 352 വരും, പ്ലസ് 352. ആൻസർ ഇസ് പ്ലസ് 352 ഓപ്ഷനിൽ. യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ ചെയ്തത്? കാൽക്കുലേഷൻ യെസ്, സൂര്യൻ കറക്റ്റ് ആണ്. 352 ഓപ്ഷൻ സി. വെരി ഗുഡ്. ഓക്കെ ആണല്ലോ? യെസ്, വെരി ഗുഡ്. ഇപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇഫ് ദ ബോണ്ട് ഡിസോസിയേഷൻ എനർജീസ് ഓഫ് XY, X2 ആൻഡ് Y2 all are diatomic molecules, okay, are in the ratio 1:1:0.5, and delta HF for the formation of XY is -200 kilojoule per mole. The bond dissociation energy of X2, അതായത് ബോണ്ട് ഡിസോസിയേഷൻ എനർജീസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ദെൻ എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് XY തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓർ എൻതാൽപ്പി ഓഫ് X2 കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടേമുകൾ നോക്കാം. XY, X2, Y2 ഇതിൻ്റെ റേഷ്യോ ആണ്, ബോണ്ട് എൻതാൽപ്പീസിൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. 1:1:0.5. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ എഴുതാം. ഇക്വേഷൻ എഴുതിയാലാണ് ഡെൽറ്റ H 712 ആക്കിയത് ബോണ്ട് എൻതാൽപ്പി ഓപ്പോസിറ്റ് ആയതുകൊണ്ടല്ല. യെസ്, ബോണ്ട് ബ്രേക്കിംഗ് എൻഡോതെർമിക് ആണ്. അപ്പോൾ അവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യണം. ബോണ്ട് ഫോർമേഷൻ ഈസ് എക്സോതെർമിക്, നെഗറ്റീവ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ റേഷ്യോ 1:1:0.5. ദെൻ നമുക്ക് ഇവിടുത്തെ കെമിക്കൽ ഇക്വേഷൻ എഴുതാം. XY ഫോം ചെയ്യണം. എന്തിൽ നിന്ന്? X2 ആൻഡ് Y2. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ X2 plus Y2 gives 2XY. ഓക്കെ,
ദെൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് എക്സ് ടു കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ എന്ത് വേണം? ഡെൽറ്റ എച്ച് റിയാക്ഷൻ കണ്ടുപിടിക്കണം. ഡെൽറ്റ എച്ച് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ എങ്ങനെ വരും? എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ പ്രോഡക്ട്സ് മൈനസ് റിയാക്ടൻ 2 ഇൻറ്റു എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് എക്സ് വൈ മൈനസ് റിയാക്റ്റൻസ് എഴുതേണ്ട ആവശ്യമില്ല, കാരണം X2Y2 ഓൾറെഡി തന്നിട്ടുണ്ട്, ഡയറ്റോമിക് മോളിക്യൂളാണ്. അപ്പോൾ ഇവിടെ സ്റ്റേബിൾ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇവിടെ 0 വരും. അപ്പോൾ ഡെൽറ്റ എച്ച് റിയാക്ഷൻ 2 ഇൻറ്റു മൈനസ് 200 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 400. അപ്പോൾ ഡെൽറ്റ എച്ച് റിയാക്ഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇൻ ടേംസ് ഓഫ് ബോണ്ട് എൻതാൽപ്പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷേ ബോണ്ട് എൻതാൽപ്പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ ബോണ്ട് എൻതാൽപ്പി ഡയറക്റ്റ് തന്നിട്ടില്ല, റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ റേഷ്യോ വാല്യൂവിനെ എങ്ങനെ ആക്ച്വൽ വാല്യൂ ആക്കാം? മോൾസ് റേഷ്യോയിൽ എങ്ങനെ ആക്ച്വൽ മോൾസ് ആക്കി? മോൾസ് റേഷ്യോ ഇൻറ്റു എ കോമൺ കോൺസ്റ്റൻറ്റ്, അതായത് റേഷ്യോനെ ഒരു എക്സ് വാല്യൂ വെച്ച് ഒരു കോമൺ കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ബോണ്ട് എൻതാൽപ്പി ഓഫ് എക്സ് വൈ എന്ത് വരും? റേഷ്യോ വാല്യൂ 1 ഇൻറ്റു എക്സ്. ബോണ്ട് എൻതാൽപ്പി ഓഫ് എക്സ് ടു എക്സ് ബോണ്ട് ദാറ്റ് ഈസ് എക്സ് തന്നെ വരും. ബോണ്ട് എൻതാൽപ്പി ഓഫ് വൈ ദാറ്റ് ഈസ് y2 0.5x വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ x2 പ്ലസ് y2 ഗീവ്സ് 2xy, x പ്ലസ് y ഗീവ്സ് 2xy. ഡെൽറ്റ എച്ച് റിയാക്ഷൻ ഓൾറെഡി തന്നിട്ടില്ലായിരുന്നു, കണ്ടുപിടിച്ചു. മൈനസ് 400 is equal to ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻസ് മൈനസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ്. എക്സിൻ്റെ ബോണ്ട് എൻതാൽപ്പി എക്സ് തന്നെ പ്ലസ് വൈൻ്റെ ബോണ്ട് എൻതാൽപ്പി 0.5x. ദെൻ റിയാക്റ്റൻ്റ് കഴിഞ്ഞു, മൈനസ് പ്രോഡക്റ്റിൽ 2 ഇൻറ്റു എക്സ് വൈ ബോണ്ട് എൻതാൽപ്പി എക്സ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ബോണ്ട് എൻതാൽപ്പി ഓഫ് അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് x2 ആണ്. x2 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് വാല്യൂ കണ്ടുപിടിച്ചാൽ ആൻസറായി. അപ്പോൾ ഇവിടെ മൈനസ് 400 എക്സ് പ്ലസ് 0.5x മൈനസ് 2x. ഇവിടെ ആൻസർ മൈനസ് 400 1.5x മൈനസ് 2x മൈനസ് 0.5x. x is equal to 400 by 0.5, അതായത് 400 by 1/2. 1/2 മുകളിലേക്ക് വരും 400 into 2, that is 800. So final answer is 800. Yes, option C is the correct answer. Clear ആണോ? 800 കിട്ടിയത്. ക്ലിയർ ആണോ? 800 എല്ലാവർക്കും കിട്ടിയ? 800 ഓപ്ഷൻ സി. ഓക്കെ, കിട്ടിയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 4 liter of an ideal gas is allowed to expand isothermally into vacuum until the total volume is 20 liter. The amount of heat absorbed in this expansion is. അപ്പോൾ ഇവിടെ ഐസോതെർമൽ പ്രോസസ്സാണ്, എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് ഇൻ വാക്വത്തിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സ്റ്റേണൽ പ്രഷർ വാക്വം എന്ന് പറഞ്ഞാൽ അവിടെ സബ്സ്റ്റാൻസ് ഒന്നും തന്നെ ഇല്ല, ഗ്യാസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഗ്യാസ് പ്രഷർ അവിടെ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ പ്രഷർ അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ 0 ആണെങ്കിൽ വർക്ക് ഡൺ എന്ത് വരും? 0 വരും. ഓക്കെ, ദെൻ ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W ആണ്. ഇവിടെ വർക്ക് ഓൾറെഡി 0 ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് Q ആണ്.
ഇപ്പോൾ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു വരും. ഡെൽറ്റ യു എന്താണെന്ന് അറിയാൻ ഇവിടെ ഒരു ടൈം തന്നിട്ടുണ്ട്, ഐസോതെർമൽ എക്സ്പാൻഷൻ. ഫോർ ഐസോതെർമൽ കണ്ടീഷൻ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0. ദെൻ സിസ്റ്റത്തിനകത്ത് ഗ്യാസ് ആണെങ്കിൽ ഐസോതെർമൽ കണ്ടീഷനിലും ഡെൽറ്റ യു 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡെൽറ്റ യുവും 0. അപ്പോൾ ക്യൂ എന്തായിരിക്കും? ക്യൂ ഇസ് ഓൾസോ ഈക്വൽ ടു 0. അപ്പോൾ ആൻസർ ഇസ് 0. കാരണം വർക്ക് ഡൺ ഇൻ ഫ്രീ എക്സ്പാൻഷൻ ഓർ വർക്ക് ഡൺ ഇൻ വാക്വം, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0 ആണ്. ദെൻ ഐസോതെർമൽ കണ്ടീഷനാണ്, സിസ്റ്റത്തിനകത്ത് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ടി ആൻഡ് ഡെൽറ്റ യു 0 ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് വെച്ച് ക്യൂ 0 വരും. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ കമ്പസ്റ്റൻ ഓഫ് 1 mole of magnesium in an open container at 300 Kelvin and 1 bar pressure, delta H combustion minus 601.70 kilojoule. The magnitude of change in internal energy for the reaction. അതായത് മഗ്നീഷ്യം ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തു, മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്തു. അതിൽ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, അതായത് മഗ്നീഷ്യം ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഉണ്ടായ എൻതാൽപ്പി ചേഞ്ച്, ഹീറ്റ് ചേഞ്ച് തന്നിട്ടുണ്ട്, -601.70 കിലോജൂൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ റിയാക്ഷൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാം? കെമിക്കൽ ഇക്വേഷൻ എഴുതാം, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. മഗ്നീഷ്യം സോളിഡ് സ്റ്റേറ്റ് റിയാക്ട് ചെയ്യുന്നത് ഓക്സിജനുമായിട്ട് എന്ത് ഫോം ചെയ്യും? മഗ്നീഷ്യം ഓക്സൈഡ്, ഇതും സോളിഡ്. ബാലൻസ് ചെയ്യുമ്പോൾ Mg plus half O2 gives MgO. ദെൻ ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ യു എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. അപ്പോൾ ഡെൽറ്റ യു എന്ത് വരും? ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ആർ ടി. ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, റിയാക്ഷൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, അത് തന്നെയാണ് ഇവിടുത്തെ ഡെൽറ്റ എച്ച് റിയാക്ഷൻ, -601.70 കിലോജൂൾ. ഇവിടെ ഡെൽറ്റ എച്ച് വാല്യൂ -601.700 ജൂൾ, ജൂളിലേക്ക് മാറ്റി, മൈനസ് ഡെൽറ്റ എൻ വാല്യൂ, ഡെൽറ്റ എൻ വാല്യൂ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻ. പ്രോഡക്റ്റിൽ ഗ്യാസ് ഒന്നും തന്നെ ഇല്ല, ഇപ്പോൾ ഇവിടെ 0, മൈനസ് റിയാക്ടൻറ്റിൽ ഗ്യാസ് ആയിട്ടുള്ളത് ഓക്സിജൻ മാത്രം, നമ്പർ ഓഫ് മോൾസ് 1/2. അപ്പോൾ 0 മൈനസ് 1/2, ആൻസർ -1/2. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1/2 പ്ലസ് 1/2 ഇൻറ്റു ആർ വാല്യൂ 8.3 ആൻഡ് ടെമ്പറേച്ചർ 300. ഇപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് വരും. ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതിൽ റൗണ്ട് ഓഫ് ഒന്നും തന്നെ നടക്കില്ല, ഡയറക്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ -601.700 പ്ലസ് 1/2 ഇൻറ്റു 8.3 ഇൻറ്റു 300. യെസ്, ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം. 1/2 ക്യാൻസൽ ചെയ്താൽ 150 -601.700 പ്ലസ് 8.3, 150 ഒരു 10 പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 83 ഇൻറ്റു 15. 83 ഇൻറ്റു 15 എന്ത് വരും? 41, 38, 54, 12, 1245. 601700 പ്ലസ് 1245. ഓക്കെ, അപ്പോൾ ഇത്രയും ജൂളാണ്. ഇതിന് കിലോ ജൂൾ ആക്കി മാറ്റിയാൽ -601.700 പ്ലസ് 1.245 കിലോ ജൂൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരും? 700 മൈനസ് 245, 300, 455 അല്ലേ, 455, then 600 മൈനസ് ആൻസർ നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക് മാറ്റുമ്പോൾ ദാറ്റ് വിൽ ബി -600.
മൈനസ് 600 ആൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച്, അപ്പോൾ ഇവിടെ സൈൻ വേണ്ട. മാഗ്നിറ്റ്യൂഡ് ഇസ് 600. ആൻസർ ഇസ് 600 കിലോ ജൂൾ. ക്ലിയർ? ആൻസർ 600 കിലോ ജൂൾ കിട്ടിയ? യെസ് സൂര്യൻ, കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ലെക്ചറിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ അല്ല ഇതുവരെ പറഞ്ഞതെല്ലാം? ഓക്കെ അല്ലേ? ആൻസർ 600ലേക്ക് എത്തിയത്? ഓക്കെ, എല്ലാവർക്കും എത്തിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു ഓൾ. സീ ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു.